മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനലവെടികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ചരിത്ര വിചാരം പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ 62ാമത്തെ ക്ലാസ്സാണ് എടുക്കുക. 64ാമത്തെ പാഠമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. പേജ് നമ്പർ 360 മുതൽ 365 വരെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. നല്ലവനായ ഈശോയെ, ഈ പഠനഭാഗം വർത്തമാന പുസ്തകം വളരെ തീഷ്ണതയോടെ പഠിക്കുവാനും സഭയുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെയും അനുവദിക്കുന്നതിനെയും അവർ നന്ദി പറയുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എൻ്റെ കാരുണ്യവും അനുഗ്രഹവും സമൃദ്ധമായി ഞങ്ങൾ ചൊരിയുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാഠഭാഗം ആരംഭിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ യാത്രാവിവരണമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം 64ാം പാദത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭാചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ഇത് നമ്മൾ കാണുക. ലിസ്ബണിലെത്തിയ കരിയാറ്റൻ മെൽപ്പാനും പാറേമാക്കൽ കത്തനാർക്കും നേരിടേണ്ടി വന്ന കഠിനമായ പരീക്ഷണങ്ങളുടെയും പ്രാർത്ഥനയുടെയും വലിയ സമാപ്തിയിലാണ് ഈ പാദം നിൽക്കുക. മുൻപാദങ്ങളിൽ നാം കണ്ടതുപോലെ കയത്താനോസ് പാദ്രിയുടെ ശത്രുതയും റോമിൽ നിന്നുള്ള എതിർപ്പുകളും കാരണം ദൗത്യം പരാജയപ്പെടുമെന്ന് ഭയന്നിരുന്ന ഘട്ടത്തിലാണ് ദൈവനിയോഗം പോലെ ഈ സന്തോഷ വാർത്ത എത്തുന്നത്. അതെന്താണെന്ന് നമുക്ക് വരുന്ന 5 ആശയങ്ങളിലൂടെ, പോയിൻറ്റുകളിലൂടെ നമുക്ക് കാണാം. 1, പ്രഭുവിൻ്റെ വാക്കുകളും മൽപ്പാൻ്റെ ആശങ്കയും. പ്രഭുവിനെ കാണാൻ പോയ മൽപ്പാനോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കാര്യം ഞാൻ കരുതിയതിനേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവെന്നാണ്. പോർച്ചുഗീസ് ഭാഷയിലെ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ മൽപ്പാൻ ആദ്യം കഴിഞ്ഞില്ല. കാര്യം വഷളായോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എന്നാൽ മഷ്കീത്ത പാദ്രി ഇത് ശുഭ സൂചനയാണ് എന്ന് തിരുത്തി നൽകുന്നു. ഭരണകർത്താക്കളുടെ വാക്കുകളുടെ ഗൗരവവും നയതന്ത്രദിജയും ഇവിടെ പ്രത്യേകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. 2ാമത്തെ ആശയം, കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി നാമനിർദ്ദേശം. 1782 ജൂലൈ 16 പോർച്ചുഗീസിലെ ക്വീൻ ലൂയിസ് കൊട്ടാരത്തിൽ വെച്ച് രാജ്ഞി മരിയ 1 ഉത്തരവ് പുറത്തിറങ്ങി. കരിയാറ്റിൻ മൽപ്പാനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി നിയമിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. മൽപ്പാൻ്റെ പാണ്ഡിത്യവും പുണ്യജീവിതവും പരിഗണിച്ചാണ് ഈ സ്ഥാനലബ്ധി. ഒരു മലയാളിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഭാധികാരിയുമായിരുന്നു ഇത്. മാലാഖമാർക്ക് പോലും പരിഭവം തോന്നുന്ന സമ്മാനം അല്ലെങ്കിൽ സ്ഥാനമെന്നാണ് പാറേമാക്കൽ ഇതിനെ വിശേഷിപ്പിച്ചത്. സ്വന്തം അയോഗ്യതയോർത്ത് മൽപ്പാൻ ആദ്യം ശങ്കിച്ചെങ്കിലും കേരളത്തിലെ പള്ളികളുടെ ഗതികേടോർത്ത് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. 3ാമത്തെ ആശയം, പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ദൈവകാരുണ്യം. ഈ നിയമനം അത്ഭുതകരമാക്കാൻ ചില കാരണങ്ങളുണ്ട്. രാജ്ഞിയുടെ കുമ്പസാരക്കാരൻ മൽപ്പാൻ്റെ ശത്രുവായ ഒരു കർമ്മലിത്ത മെത്രാനായിരുന്നു. റോമിലെ പ്രൊപ്പഗാന്ത വിശ്വാസികൾക്ക് മൽപ്പാനോട് എതിർപ്പായിരുന്നു. കയത്താനോസ് പാദ്രി പരമാവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സാധാരണഗതിയിൽ ഒരു പറങ്കിയെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരനെ നിയമിക്കേണ്ട സ്ഥാനത്താണ് ഒരു ഭാരതീയ നിയമിതനായത്. അത് ദൈവകാരുണ്യം മാത്രമാണ് എന്ന് ഗ്രന്ഥകാരൻ ഉറച്ച് വിശ്വസിക്കുന്നു. 4ാമത്തെ ആശയം ഇതാണ്, ശത്രുവിനോടുള്ള ഔദാര്യം. സ്ഥാനലബ്ധിക്ക് ശേഷം പാറേമാക്കൽ കത്തനാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ്. തന്നെ ദ്രോഹിച്ച കയത്താനോസ് പാദ്രിയെ കണ്ട് നന്ദി അർപ്പിക്കുക എന്നതായിരുന്നു അത്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രിസ്തീയ മൂല്യം ഇവിടെ പ്രകടമാകുന്നു. എന്നാൽ കയത്താനോസ് പാദ്രി ഈ അവസരത്തെയും തൻ്റെ അഹങ്കാരം സ്ഥാപിക്കാൻ ഉപയോഗിച്ചു. തൻ്റെ പ്രയത്നം കൊണ്ടാണ് മൽപ്പാൻ ഈ സ്ഥാനം കിട്ടിയതെന്ന് അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശപ്പെട്ടു. എങ്കിലും പശ്ചാത്താപത്തേക്കാൾ ഉപരി ലജ്ജയാണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്ന് ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നു. 5ാമത്തെ ആശയം, ലിസ്ബണിലെ ആഘോഷങ്ങൾ. വാർത്ത അറിഞ്ഞതോടെ സാൻ ബെന്തോ ആശ്രമത്തിൽ വലിയ ആഘോഷങ്ങൾ നടന്നു. പള്ളിയിലെ മണികൾ മുഴങ്ങുകയും ആശ്രമമാകെ ദീപാലങ്കൃതമാവുകയും ചെയ്തു. മൽപ്പാൻ്റെ വിജയം കേവലം വ്യക്തിപരമായിരുന്നില്ല, മറിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആകെ വിജയമായിട്ടാണ്
ലിസ്ബണിലെ വൈദികരും ജനങ്ങളും കണ്ടത്. കയത്താനോസ് പാതിരി പിന്നീട് വീഞ്ഞും മറ്റു സമ്മാനമായി നൽകി മൽപ്പാനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതും നാം കാണുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. പ്രഭുവിൻ്റെ വാക്കുകൾ കേട്ടു മൽപ്പാൻ ഭയപ്പെടാൻ കാരണമെന്ത്? നിങ്ങളുടെ കാര്യം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന പ്രഭുവിൻ്റെ വാക്കുകൾ കാര്യം കൂടുതൽ വഷളായി അല്ലെങ്കിൽ നിഷ്ഫലമായി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മൽപ്പാനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയ തീയതി എന്ന് 1782 ജൂലൈ 16. ഏത് വിശുദ്ധൻ്റെ തിരുനാൾ ദിവസമാണ് നിയമന ഉത്തരവ് മൽപ്പാനു ലഭിച്ചത്? മാർ അല്ലേശു പുണ്യവാൻ്റെ തിരുനാൾ ദിനത്തിൽ. രാജ്ഞിയുടെ ഉത്തരവിൽ മൽപ്പാൻ്റെ ഏതൊക്കെ ഗുണങ്ങളാണ് പ്രശംസിച്ചിരിക്കുന്നത്? പുണ്യജീവിതവും വിജ്ഞാനവും. മെത്രാൻ സ്ഥാനം സ്വീകരിക്കുന്ന കാര്യത്തിൽ മൽപ്പാൻ ആദ്യം ചഞ്ചലിതനാകാൻ കാരണമെന്ത്? ഇത്ര വലിയ സ്ഥാനത്തിന് ആവശ്യമായ അറിവും യോഗ്യതയും പുണ്യങ്ങളും തനിക്കില്ല എന്ന വിനയവും പരിഭ്രമവും കാരണം. മൽപ്പാൻ്റെ നിയമന വാർത്ത കേട്ടപ്പോൾ കയത്താനോസ് പാതിരിയുടെ മകൻ്റെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു? അദ്ദേഹത്തിൻ്റെ മുഖം വിളറിപ്പോവുകയും അരനാഴിക നേരം നിശബ്ദനായിരിക്കുകയും ചെയ്തു. ഉത്തരവ് കൊണ്ടുവന്ന ആളിന് മൽപ്പാൻ നൽകിയ സമ്മാനമെന്ത്? ഒരു നാണയം. രാജ്ഞിയുടെ കുമ്പസാരക്കാരൻ ആരായിരുന്നു? മൽപ്പാൻ്റെ ശത്രുക്കളായ നിഷ്പാദക കർമ്മലിത്ത വിഭാഗപ്പെട്ട ഒരു മെത്രാൻ. വിജയാഹ്ലാദത്തിനിടയിലും കയത്താനോസ് പാതിരിയെ ചെന്ന് കാണാൻ പാറയമാക്കൽ കത്തനാർ നൽകിയ ന്യായമെന്ത്? ശത്രുതയിലാണെങ്കിലും ഈ കാര്യത്തിന് തുടക്കമിട്ടത് അദ്ദേഹമായതുകൊണ്ട് നന്ദി കാണിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്നും അദ്ദേഹത്തിന് ലജ്ജ തോന്നാൻ അത് കാരണമാകുമെന്നും കരുതി. മൽപ്പാനെ കാണാൻ വന്നപ്പോൾ കയത്താനോസ് പാതിരി അവകാശപ്പെട്ടത് എന്താണ്? തൻ്റെ പരിശ്രമം കൊണ്ടാണ് ഇത്ര വലിയ കാര്യം സാധിച്ചതെന്നും താൻ രാജാവിൻ്റെ സ്ഥാനപതിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിയമന വാർത്ത അറിഞ്ഞപ്പോൾ സാൻ ബെന്തോ ആശ്രമത്തിൽ നടന്ന ആഘോഷങ്ങൾ എന്തെല്ലാം? ആശ്രമ ദേവാലയത്തിൽ കൂട്ടമണി മുഴങ്ങുകയും രാത്രിയിൽ ആശ്രമമുറികളെല്ലാം വിളക്കുകൾ തെളിയുകയും ചെയ്തു. മാലാഖമാർക്കുകൂടെയും പരിഭ്രമം ജനിപ്പിക്കത്തക്ക സ്ഥാനമെന്ന് പാറയമാക്കൽ വിശേഷിപ്പിച്ചത് ഏതു പദവിയാണ്? കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്ത സ്ഥാനം.